ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സംഷാദ് മരക്കാർ നമ്മളോടൊപ്പം. ശ്രീ സംഷാദ്, രാവിലെയൊക്കെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ അങ്ങ് പല മേഖലകളിൽ ഈ പറയുന്ന ദുരന്തത്തിന് ഇരയായ ആളുകളുടെ ഒക്കെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോഴൊക്കെ പറയുന്നൊരു കാര്യം, ഈ മുണ്ടക്കയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു അനിശ്ചിതാവസ്ഥയാണ്. എത്ര പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ കമ്പനിയിൽ നിന്ന്, അവിടുത്തെ എസ്റ്റേറ്റിൽ നിന്ന് നമ്മളെ ഒരാൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഏതാണ്ട് 9 ലയങ്ങൾ പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട്. അവിടെ ഏതാണ്ട് 65 കുടുംബങ്ങളുണ്ടായിരുന്നു. 35 പേരെ മാത്രമാണ് ഇപ്പോൾ കോൺടാക്ട് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് പങ്കുവച്ചത്. ഈ പറയുന്ന കാണാതായ ആളുകളെ കുറിച്ചുള്ള ആശങ്ക ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്കടക്കം വ്യാപിക്കുന്നുണ്ടോ? കാണാതായ ആളുകളെക്കുറിച്ചുള്ള ആശങ്ക സ്വാഭാവികമായിട്ടുണ്ട്. പക്ഷെ നമുക്ക് 3 സ്ഥലത്തായിരുന്നു ആളുകൾ ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരുന്നത്. ഒന്ന് നമ്മുടെ ഒരു മദ്രസയിലാണ്, രണ്ടാമത് നമ്മളൊരു റിസോർട്ടിലാണ്, 3 അവിടുത്തെ ഹാരിസൻ്റെ ബംഗ്ലാവിലാണ്. അങ്ങനെ 3 സ്ഥലത്തായിരുന്നു കൂടുതൽ ആളുകൾ ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരുന്നത്. അതിനോടൊപ്പം ചില ആളുകൾ ഈ 3 സ്ഥലത്തുമല്ലാതെ 10 ഏക്കർ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ കുന്നിൻ്റെ മുകളിലോട്ട് പേടിച്ച് രാത്രി കയറിയ ആളുകളുണ്ടായിരുന്നു. ഈ ആളുകൾ മുഴുവൻ നമുക്ക് അവിടെ നിന്ന് ഇപ്പോൾ ഒരു മണിക്കൂറിനകത്ത് നമുക്ക് ആ മുഴുവൻ ആളുകളെയും പുഴ കടത്തി ക്യാമ്പിൽ എത്തിക്കാൻ പറ്റും. ഇപ്പം നിലവിൽ നമ്മൾ ഏകദേശം റെസ്ക്യൂ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. അത് ആളുകളെ മുഴുവൻ നമ്മൾ പുഴയുടെ മറുകരയിൽ എത്തിച്ചു. റോപ്പ് വഴി താൽക്കാലികമായി ആളുകളെ നമ്മൾ ഇപ്പുറം എത്തിച്ചു. ചെറിയ ഒരു പാലം, കവുങ്ങൊക്കെ വെട്ടിയൊരു പാലം നേവിയുടെ സഹായത്തോടു കൂടി, ഫോഴ്സിൻ്റെ സഹായത്തോടു കൂടി ചെയ്ത് അതുവഴി ആളുകളെ നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്തു. ഒരു തവണ ഹെലികോപ്റ്റർ വന്ന് ഒരു ചോപ്പറിൽ കുറച്ച് ആളുകൾ എടുക്കാനും പറ്റി. അപ്പോൾ നമുക്ക് ആ ഇവാക്യുവേഷൻ ഉറപ്പായും അവിടെ ഉണ്ടായിരുന്ന നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആളുകളെ മുഴുവൻ നമുക്കൊരു മണിക്കൂർ കൊണ്ട് അവിടെ നിന്ന് ക്യാമ്പുകളിലും ചികിത്സ വേണ്ട ആളുകളെയും ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിലാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന രീതിയിലാണെങ്കിൽ ചെറുതായി മഴയുണ്ട്, എന്നാലും അത് നമ്മൾ പൂർത്തിയാക്കും. അതിനോടൊപ്പം കാണാതായ ആളുകളെക്കുറിച്ചൊരു വ്യക്തമായ കണക്കിലേക്ക് നമുക്കിതുവരെ എത്താൻ പറ്റിയില്ല. കാരണം നമുക്കൊരു ഉച്ച കഴിഞ്ഞിട്ടാണ് മുണ്ടക്കയിൽ നമുക്കൊന്ന് ലാൻഡ് ചെയ്യാൻ പോലും പറ്റിയത്. അപ്പോൾ ഉച്ചവരെ നമുക്ക് അവിടെ എത്താൻ പോലും പറ്റിയില്ല. ഉച്ച കഴിഞ്ഞ് നമുക്ക് അവിടെ എത്തുകയും നമ്മൾ അവരുടെ ഇവാക്യുവേഷൻ അവർക്ക് മെസ്സേജ് കൊടുക്കുകയും അവരെല്ലാം പല വഴികളിലൂടെ ചെറു വാഹനങ്ങളിലൂടെ പുഴയുടെ ഒരു കരയിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. അത് അവരെത്തി. അവിടെ നിന്ന് നമ്മൾ അവരെ ഇവാക്യുവേറ്റ് ചെയ്യുന്നതാണ്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ മാത്രമാണ്, അവിടേക്ക് എത്താൻ പറഞ്ഞ ആ നിർദ്ദേശം കൈക്കൊള്ളാൻ പറ്റുന്ന ആളുകളെ മാത്രമാണ് നമുക്ക് ഈ പാലത്തിലൂടെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. ഒരുപക്ഷെ നമ്മുടെ സഹായം ആവശ്യമുള്ള നിരവധി പേർ അവിടെ ഉണ്ടാകും. അവരിലേക്കൊക്കെ ഇനി നാളെ മാത്രമേ നമുക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. ഇന്നിപ്പോൾ ഈ രക്ഷാപ്രവർത്തനം രാത്രിയും തുടരാനുള്ള സാധ്യതയുണ്ടോ? രാത്രിയും തുടരാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മളിവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നമ്മളത് തുടരുക തന്നെയാണ്. പക്ഷേ ഇനി നമുക്ക് ഇപ്പോഴും ഒരു റോപ്പ് വഴി മാത്രമേ മുണ്ടക്കൈയിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത്. NDRFന് മാത്രം, അത്രയും സ്കിൽഡായ ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ അവിടെ നമുക്ക് കടക്കാൻ പറ്റിയിട്ടുള്ളത്. ആ ആളുകളാണ് ഇവർ ഇവാക്യുവേറ്റ് ചെയ്യുന്നത്. അതുതന്നെ നമുക്ക് പൂർത്തിയാകുമ്പോൾ ഏകദേശം രാത്രിയോട് കഴിയും. പിന്നീടൊരു തെരച്ചിലിന് എത്രത്തോളം സമയം കിട്ടും, അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നറിയില്ല. കാരണം ഇവിടെ നമുക്ക് പുഴയുടെ 2 കരയിലും ലൈറ്റും സംവിധാനവും എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ആളുകളെ നമുക്ക് എടുക്കാൻ പറ്റുന്നത്.